എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കടലക്കറി വളരെ എളുപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അത് നല്ല സ്വാദിഷ്ടമായ കടലക്കറി എങ്ങനെ വളരെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് ഞെക്കുമ്പോൾ തന്നെ നന്നായിട്ടത് പൊടിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കടലയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സാധനമോ, അത് കടലയോ ഗ്രീൻ പീസോ ചെറുപയറോ എന്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വേവിക്കാൻ നേരത്തെ ആ വെള്ളം തന്നെ എടുത്ത് നമുക്ക് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് കടലക്കറിക്കും ഗ്രീൻ പീസ് കറിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പൊടി പോലെ അരിഞ്ഞെടുത്താണ്, ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി മസാലയുടെ കൂട്ടിന് ചേർക്കാൻ വേണ്ടി എല്ലാത്തിലും ഒരു കുഞ്ഞു കുഞ്ഞു പീസാണ് എടുത്തിരിക്കുന്നത്. അത് തക്കോലത്തിൻ്റെ ഒരു കുഞ്ഞു പീസ്, അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 2 അല്ലി, ഏലക്ക, കറുകാപ്പട്ട എല്ലാം ഞാൻ കണ്ട വളരെ ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ടേസ്റ്റിന് വേണ്ടി വറക്കുന്ന സമയത്ത് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച്, ഒരു ടീസ്പൂൺ തന്നെ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിനകത്തേക്ക് വറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പത്ത് നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് ചൂടാക്കാം. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നുകൂടെ നല്ല രുചി വരും. സാധാരണ വെജിറ്റബിൾ ഓയിലാണെന്നുണ്ടെങ്കിൽ അതായാലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടു പൊട്ടിക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടെങ്കിൽ അതും വട്ടത്തിലരിഞ്ഞത്, ചെറിയ കുഞ്ഞായിട്ട് അരിയുമല്ലോ നമ്മൾ, അതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില, ഇത്രയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. വേപ്പിലയും അതുപോലെ തന്നെ ഈ കുഞ്ഞുള്ളിയൊക്കെ ഇടുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. അതുകൊണ്ടാണ് കൂടുതലും കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ നമ്മൾ കടു വറക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് കടു താളിച്ചെടുത്താലും മതിയായിരിക്കും. പക്ഷേ ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്, ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ കടു പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉണ്ട്, ഇപ്പം ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലയുടെ കൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലയുടെ കൂട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ ഇത് പോപ്പപ്പ് ചെയ്ത് വരും. അത് നമ്മുടെ അങ്ങനെ പൊട്ടിത്തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ഒന്ന് മാറി നിന്നിട്ട് വേണം നന്നായിട്ട് നിങ്ങൾ ഇളകി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ള ഒരു വലിയ സൈസ് സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ട്, അത് നമ്മുടെ തക്കാളിപ്പഴം നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിപ്പഴമൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ ആ കറിക്ക് കിട്ടും. അതുകൊണ്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. കടു വെക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്ലാതെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക്, ആ മസാല കൂട്ടിന് കിട്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമുക്കിതെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അടുത്തായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മസാലപ്പൊടിയാണ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് പച്ചമുളക് ഇടുന്നില്ല, അതുകൊണ്ടാണ് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മുടെ തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ആ മണം അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ പച്ചമണം മാറി എന്നുള്ളത്.
അപ്പോൾ ഞാൻ ഓൾറെഡി കടല കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കഴുകി വെച്ചിരുന്ന ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ വേവിച്ച കടല ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 2-3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നന്നായിട്ട് കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ കടല വെന്ത് കിട്ടും. കണ്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയ കടലയാണ്. അതെല്ലാം നിങ്ങൾ തലേന്ന് കുതിർക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു 5-6 അല്ലെങ്കിൽ ഒരു 7 വിസിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഒരു 2-3 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ കടൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ വെള്ളം കൂടെ ഞാനത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഇതിനകത്തുനിന്ന് കുറച്ച് കടല എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് എടുത്തിട്ട് ആ ചാറൂടെ ഈ മസാലയുടെ കൂട്ടിനകത്തോട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കടലക്കറിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കടല എടുത്തിട്ട്, അത് ഒരു തവി കടല എടുത്തിട്ട് ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഞാൻ അരച്ചെടുത്താണ്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്താണ്. ജസ്റ്റ് ഒന്ന് കറങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കിക്കോണേ. ഉപ്പ് നമ്മൾ ഓൾറെഡി കടല വേവിക്കാൻ നേരത്തെ ഇട്ടതാണ്. അതുപോലെ തന്നെ മസാല ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഉപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്നുകൂടെ ആവി കയറ്റി എടുക്കാം. ഇപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കടലക്കറിയുടെ പരുവം എന്ന് പറയുന്നത്. കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് കുറുകി വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യമേ നമ്മൾ കടുക് വറുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കടുക് വറുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ടൊന്ന് കയ്യിൽ ഞെരടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ അടച്ചു വെക്കണം, തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം. അതായത് 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കടലക്കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നമ്മളൊന്ന് കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ തലേന്ന്. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞ് ബെൽബട്ടൺ അമർത്താനും മറക്കില്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.